നടപടി പ്രതീക്ഷിച്ചാണ് ഞാൻ പാർട്ടി ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. പാർട്ടി ഏരിയ സമ്മേളനത്തിൽ ഇറങ്ങി വരാനായിട്ട് ഇന്നലെ പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല. പാർട്ടി ജില്ലാ സെക്രട്ടറി ഒരു വർഷക്കാലമായി എന്നോട് കാണിക്കുന്ന അവഗണനയും എന്താണെന്ന് പറയാനായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ രീതി വളരെ കാലമായ ജില്ലാ സെക്രട്ടറി തുറന്നു വരുവരികയാണ്. അങ്ങനെ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് മംഗലപുരത്ത് ഇല്ല. ഇപ്പം ലക്ഷങ്ങൾ കോടികൾ മുടക്കി ഞാൻ തന്നെ പണിതൊരു പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസാണ്. പക്ഷേ അതിൻ്റെ പ്രവർത്തനം നിർജ്ജീവമാണെന്ന് എല്ലാം ജില്ലാ സെക്രട്ടറി നേരിട്ട് നടത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. വലിയ വിഭാഗീയ പ്രവർത്തനമാണ് ജോയി ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് മാത്രമല്ല ഈ അഭിപ്രായമുള്ളത്, ജില്ലയിലെ പല ഏരിയ സെക്രട്ടറിമാർക്കും പല ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഈ അഭിപ്രായമുണ്ട്. എന്നാൽ അവരെല്ലാം അത് പറയാനായിട്ട് മടിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ പറഞ്ഞ കണക്ക് പത്രത്തിൽ സെക്രട്ടേറിയറ്റ് കൂടി ചർച്ച ചെയ്തു എന്ന് പറയുന്നു. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു എൻ്റെ മകൻ പോലും പോവില്ല. കടകംപള്ളി സുരേന്ദ്രൻ്റെ മകൻ എവിടെ നിൽക്കുന്നു? ഈ പറയുന്ന ഏതെങ്കിലും നേതാക്കളുടെ മക്കൾ ഇങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ മകൻ പാർട്ടി ലോക്കൽ DOIയുടെ മേഖലാ സെക്രട്ടറിയാണ്, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ നിൽക്കുകയില്ലേ? ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലല്ലോ. ഞാൻ 1982 പാർട്ടിയിൽ വന്നതാണ്. അന്ന് തൊട്ട് പല സ്ഥാനങ്ങളും ഞാൻ വഹിച്ചിട്ടുണ്ട്. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി 8 വർഷം, പാർട്ടി ഏരിയ സെക്രട്ടറിയായി 6 വർഷം. ഈ സാഹചര്യത്തിലാണ് എന്നെ മാറ്റുന്നു എന്ന് ഞാൻ രാവിലെ അറിയുന്നത്. ഈ വിവരം ഞാൻ നേരത്തെ അറിഞ്ഞതാണ്. ഗ്രൂപ്പിൻ്റെ ഭാഗമായി എന്നെ മാറ്റും. ഇത് ഞാൻ ജോയിയുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചു. നേരിട്ട് പോയി സംസാരിച്ചു. 2 ഘട്ടത്തിൽ ഞാൻ പോയി സംസാരിച്ചു. എന്നെ മാറ്റണ്ട, ഞാൻ സ്വയമേ മാറ്റിത്തരാൻ തയ്യാറാണ്. അന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഒറ്റ രാത്രി കൊണ്ടല്ലേ ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ സംവിധാനം ഉണ്ടാക്കിയെടുത്തത്? എന്ത് കാര്യത്തിന്? ഞാൻ ചോദിച്ചല്ലോ, എന്നെ മാറ്റുന്നത് എന്തിനാണ്? ആ സമാനം അവർ പറയണ്ടേ? ഒന്നീ ഏരിയ സമ്മേളനത്തിൽ പ്രതിനിധികൾ എനിക്കെതിരെ പ്രതികരിക്കണം. ഒരു ആരോപണം ഉണ്ടായില്ലല്ലോ. ഇപ്പം പറയുന്ന പറയാൻ കഴിഞ്ഞത് സാമ്പത്തിക ആരോപണം. എന്ത് ആരോപണമാണ് അവർ പറയുന്നത്? ഇത്രയും നാൾ അവർ പറഞ്ഞില്ലല്ലോ. ഒരു ദിവസം പോലും പറഞ്ഞല്ലോ. സമ്മേളനത്തിൽ വന്നല്ലോ ഒരാരോപണം. 6 വർഷമായി ഞാൻ പാർട്ടി പ്രവർത്തനം മംഗലാപുരം ഏരിയയിൽ നടത്തുന്നു. അത് മോശമാണെന്നവർ പറയണ്ടേ? 6 മാസം കൊണ്ടാണ് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന് സ്ഥലം വാങ്ങി സ്വന്തമായി ഒരു കെട്ടിടം പണിതത്. അതിമനോഹരമായൊരു കെട്ടിടം. ജില്ലയിലെ തന്നെ 19 ഏരിയ കമ്മിറ്റിയിൽ നമ്പർ 1 കെട്ടിടമാണ് ഞാൻ പണിതത്. മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രി പറഞ്ഞതാണ് അതിമനോഹരമായ ഓഫീസ് എന്ന് പറഞ്ഞതാണ്. വന്നല്ലോ, 16 ലക്ഷം രൂപ ബാലൻസ് വന്നു. ജില്ലയിൽ 19 ഏരിയ കമ്മിറ്റികളുണ്ട്. 27 ലക്ഷം രൂപ ബാലൻസ് ഉള്ള ഒരു ഏരിയ കമ്മിറ്റിയെ ഇവർ കാണിച്ചു തരട്ടെ. സമ്മേളനവുമായി ബന്ധപ്പെട്ട് കണക്ക് കാണിച്ചു. 27 ലക്ഷം രൂപ ബാലൻസാണ്. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കാണ് ചില ആളുകൾക്ക് താല്പര്യം. സ്വന്തമായി ഒരു ഓഫീസുണ്ടായി, ആവശ്യത്തിന് പൈസ ബാങ്കിലുണ്ട്. അപ്പോൾ ഇനി എന്തും ആവാം. അതിനുള്ള സഹായം ജോയി ചെയ്തു കൊടുത്തു. അതാണ് എൻ്റെ ആരോപണം. അത് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഒരു കാര്യമില്ലാതെ എന്നെ മാറ്റാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കാണ് ഞാൻ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. ജോയിയുടെ പേരിൽ ആക്ഷേപിച്ച ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇനിയും പല കാര്യങ്ങളും എനിക്ക് പറയേണ്ടി വരും. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായും സമ്മേളനത്തിലുണ്ടായ ഒരു തിരഞ്ഞെടുപ്പും അതേ തുടർന്ന് മറ്റൊരാളെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. ജനാധിപത്യപരമായ ഒരു പ്രക്രിയയെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ആത്മവിലാപമാണ് താങ്കളുടേതെന്നാണ് ജോയി പറഞ്ഞത്. അല്ല, അത് ജോയിയുടെ നിലനിൽപ്പിന് വേണ്ടി ജോയി പറഞ്ഞതാണ്. ജോയിക്ക് അതേ പറയാൻ കഴിയുള്ളൂ. ജോയി കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ 1 വർഷമായി ഞാൻ പറയുന്നത്. ജോയിക്ക് അതേ പറയാൻ പറ്റൂ, നേതാക്കൾക്ക് അതേ പറയാൻ പറ്റുള്ളൂ. അതെല്ലാം നടപടിക്രമമാണ്. പാർട്ടിയിലെ ഒരു നടപടിക്രമമാണ്. ഉടനെ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടുക, ഒരു പത്രസമ്മേളനം നടത്തുക, ഇതെല്ലാം നടത്തുന്നതെല്ലാം സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായേ ഞാൻ കാണുന്നുള്ളൂ. എന്നെ പുറത്താക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പുറത്താക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ ആ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി വന്നത്.